ഏതെങ്കിലും ഒരു കോണിൽ എനിക്കായി ഒരു കുട്ടി കാത്തിരിക്കുന്നു. ബിഗ് ബോസിനകത്ത് നമ്മുടെ അനീഷും ഷാനവാസും കൂടെ അവിടെ ഇങ്ങനെ ഉലാത്തുകയാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു പെൺകുട്ടി എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരിക്കും. എന്റെ അനീഷേട്ടൻ എവിടെ, എന്റെ അനീഷേട്ടൻ എവിടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോണിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ തമാശ പറയാണ്. കാരണം എന്ന് വെച്ചാൽ രാവിലെ നമ്മുടെ അനുമോളാണെങ്കിൽ ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അനീഷ് ചായ ഇട്ട് ആരാന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഷാനവാസ് പറയുന്നത് അത് നിന്റെ പ്രിയതമയാണെന്ന് പറയുന്നുണ്ട്. തമാശ എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ആ ടൈമിൽ അതുവഴി നമ്മുടെ അനുമോള് കടന്നു വരുമ്പോൾ നമ്മുടെ അനീഷ് ചോദിക്കുന്നുണ്ട്, പോരുന്നോ കോടന്നൂരിലേക്കെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷാനവാസും അനീഷും കൂടെ ഉള്ള ആ കോമയുണ്ടല്ലോ, അത് രസമാണ് കേട്ടോ. ഒരു ഭംഗിയാണല്ലോ, ടോം ആൻഡ് ജെറി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഇട്ട് തമ്മി തല്ലിയൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ടോം ആൻഡ് ജെറി കളിച്ച് നടക്കുന്നത്. ശരിക്കും അത് മിസ് ചെയ്യും. ബിഗ് ബോസിനകത്ത് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ അനുമോളെ ഈ പുള്ളിക്കാരനൊരു താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഷാനവാസ് പറയുന്നുണ്ട്, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അനുമോളുടെ വീട്ടിൽ ചെന്നിട്ട് അനുമോളുടെ അമ്മയായിട്ട് ഞാൻ സംസാരിക്കാം, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ശ്രമിച്ചു നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്ത് ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന് ഒരിക്കൽ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഷാനവാസ് പറയുന്നത് നീ വിഷമിക്കണ്ടടാ നമുക്ക് നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഫണ്ണ്, അനുമോൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അനീഷ് അതിന്റെ പിന്നാലെ പോകാറില്ല. അത് വേറെ സത്യം. അനീഷിന് താല്പര്യം തോന്നി, അനീഷ് അത് തുറന്നു പറഞ്ഞ് അത് അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് അനീഷ് പറയുന്നത്. എങ്കിലും പിന്നെ ഇവരുടെ ഈ കോംബോ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം ഭയങ്കര ഇഷ്ടമാണ് അനീഷിന്. പുള്ളിക്കാരനോട് ഭയങ്കര താല്പര്യമാണ്. രണ്ടുപേരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെയല്ലേ നടക്കുന്നത്, ചേട്ടൻ അനിയന്മാരെ പോലെ. അനീഷ് പറയുന്നത് എന്റെ സ്വന്തം ചേട്ടനാണെന്നാണ് പറയുന്നത്. ഷാനവാസ് ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നും കണ്ടിന്യൂ ചെയ്യുന്നതാണ്